ചീരുവിന്റെ എന്റെയും 2 മൂത്ത മക്കളും ഇപ്പൊ എന്റെ വീട്ടിലാണ്. ഇപ്പോ ചീരുവും മോനും കൂടി എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വരണം എന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹം കൊണ്ട് മാത്രം എല്ലാം നടക്കണമെന്നില്ല വിനയ. എല്ലാത്തിനുമേ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. നീ ആരെ കൊണ്ട് പറയിപ്പിച്ചാലും അതൊക്കെ അതിന്റെ രീതിക്കേ നടക്കൂ. പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചിട്ടവട്ടത്തോടെയാണല്ലോ നടക്കുന്നത്. അല്ല അമ്പിളി, നീ രഘുവും തമ്മിലുള്ള വിഷയങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാം. ചുമ്മാ അമ്പിളി രഘുവിനെ മുഖത്തോട് മുഖം കണ്ടാൻ മിണ്ടില്ല. അമ്പിളിയെ പിടിച്ച് രഘു ഈ വീടിനകത്ത് കയറുകയില്ല. ഇവിടെയാണോ ചിരു കുഞ്ഞു ചിട്ടവട്ടത്തോടെ ജീവിക്കാൻ പോകുന്നത്? എന്തോ ഇത്, ഇതിലും അന്തസ്സായിട്ട് വിനീന്റെ വീട്ടിൽ അവര് താമസിക്കും. എനിക്ക് അത്രയ്ക്ക് അന്തസ് വേണമെന്നില്ലെങ്കിലോ? ഇതേ എന്റെ സ്വന്തം വീടാ. ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുന്നതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് എന്റെ പേരിലുള്ള ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചേക്ക്. അത് മിണ്ടരുത്. ഞാനും എന്റെ അച്ഛനും അല്പം മാന്യത കാണിച്ചെന്ന് വെച്ച് നിങ്ങൾ കൂലിക്കാളെ വെച്ച് മാനം കെടുത്ത നോക്കുകയാണല്ലേ? ഇതിവിടെ നടക്കില്ല. പഴയ സ്വഭാവം വീണ്ടും എന്നോട് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇറക്കി വിടാനും ഞാൻ മടിക്കില്ല. എന്താ മാഷ ഇതൊക്കെ? തലയിരിക്കുമ്പോ വാലാട്ടുകയാണല്ലോ. ആനന്ദം മാഷിന്റെ തലയ്ക്ക് മുകളിലിരുന്ന് സംസാരിക്കാൻ മാത്രം മാഷിന്റെ മക്കളൊക്കെ വളർന്നോ? കഷ്ടം. വന്ന് വന്ന് എന്റെ അവസ്ഥയാ മാഷിനും. ഇല്ല സുശീലേ, നിന്റെ അവസ്ഥ ഒരിക്കലും എനിക്ക് വരില്ല. കാരണം എന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും എന്റെ മക്കളെ ആരെ ഒറ്റുകൊടുത്തിട്ടില്ല. അവരെ ഞാൻ നാണം കെടുത്തോ ചതിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ലോകത്ത് നിനക്കല്ലാതെ മറ്റൊരച്ഛനും അമ്മയ്ക്കും അതൊന്നും സാധിക്കുകയില്ല. നിന്റെ മൂത്ത മകനുണ്ടല്ലോ, നിന്നെ തള്ളി പറഞ്ഞപ്പോ ഞാൻ നിന്നെ ഇവിടെ സ്വീകരിച്ചിരുത്തിയത് എന്റെ മര്യാദ കൊണ്ടാ. ആ മര്യാദ കൂടി നീ മുതലെടുക്കാൻ നോക്കരുത് സുശീലേ. എന്റെ മക്കൾ എന്നെ തള്ളി പറഞ്ഞതിനെ കുറിച്ചൊന്നും മാഷ് ഇവിടെ പറയണ്ട. അങ്ങനെ പറയുമ്പോ ഞാൻ അവരെ ഒറ്റക്കൊടുത്തും നാണം കെടുത്തിയും എന്താ നേടിയെന്നും കൂടി മാഷ് പറയേണ്ടി വരും. എന്റെ കയ്യിലൊന്നുമില്ല മാഷേ. എന്നാലും എന്റെ 3 മക്കൾക്കും അവരുടെ ജീവിതമെങ്കിലും മിച്ചമുണ്ട്. ഞാനേ എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചോളാം മാഷേ. നിങ്ങളെപ്പോലെ സർക്കാരിന്റെ ശമ്പളം പറ്റിയല്ല ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. അന്യന്റെ വീട്ടിലെ അടുക്കള നിരങ്ങിയും പട്ടിണി കിടന്നിട്ടുവാ. എന്നിട്ട് അവരെനിക്ക് പകരം തന്നതോ പെറ്റമ്മയെ പെരുവഴിയിൽ ഇറക്കി വിടുന്നതും വീട്ടിൽ പൂട്ടിയിടുന്നതും ഒക്കെ അല്ലേ മാഷേ ചതിയും വഞ്ചനയും.